ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ബാങ്കിങ് ടെക് സ്പോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നൊരു സ്പെഷ്യൽ ഇൻഫർമേഷനാണ്. സ്പെഷ്യൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മെസ്സേജുകളും കോൾസുകളും വരാറുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് ഡൗട്ട്സുകളാണ്, അതായത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഡൗട്ട്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ദയവ് ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കേൾക്കാൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ നമ്മൾ ലോൺ ആപ്പിൽ നിന്ന് ലോൺ ആപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാങ്ക് ആയിക്കോട്ടെ, NBFC ആയിക്കോട്ടെ, ഇതിലേതിനെങ്കിലും നമ്മൾ ലോൺ എടുത്തതിന് ശേഷം തിരിച്ചടയ്ക്കാതിരുന്നാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ, ക്രിമിനൽ കേസാകുമോ, നമ്മൾ ജയിലിൽ പോകേണ്ടി വരുമോ, അങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സുകൾ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചില ബിരുദന്മാർ RBI അപ്രൂവ്ഡ് ആപ്പിൽ നിന്ന് ലോൺ എടുത്തിട്ട് ഒരു 2, 3, 4, 5 വർഷം വരെ അടയ്ക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ അവരും എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ അടയ്ക്കാതിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാകുമോ, അങ്ങനെ ഒരുപാട് എന്താണ് എൻ്റെ കോൺസിക്വൻസ്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ട്സിനുള്ള വേണ്ടിയുള്ളൊരു ക്ലാരിഫിക്കേഷനാണ് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, എന്താണ് സെക്യൂർ ലോൺ, എന്താണ് അൺസെക്യൂർഡ് ലോൺ. സെക്യൂർ ലോൺ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു കാർ ലോൺ എടുത്തു, അല്ലെങ്കിൽ ലോൺ അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഹൗസിംഗ് ലോൺ. ഇത് സെക്യൂർ ലോണാണ്. കാരണം നമ്മൾ അടയ്ക്കാതിരിക്കുകയാണെങ്കിൽ ഈ ഒരു നമ്മുടെ വീടോ അല്ലെങ്കിൽ കാറോ ബാങ്കിന് പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. ഒരു സെക്യൂരിറ്റിക്ക് അനുസൃതമായാണ് അവർ ലോൺ തരുന്നത്. അൺസെക്യൂർഡ് ലോൺ എന്ന് വെച്ചാൽ നമുക്ക് തരുന്നത് പേഴ്സണൽ ലോൺ, അങ്ങനെയുള്ള ലോണാണ് അൺസെക്യൂർഡ് ലോൺ. കാരണം നമ്മുടെ സാലറി ബേസ് ചെയ്ത് മാത്രമാണ് ആ ഒരു ലോൺ തരുന്നത്, അൺസെക്യൂർഡ് ലോൺ തരുന്നത്. ഇനി ലോൺ തിരിച്ചടയ്ക്കാത്തവരെ രണ്ടായിട്ട് ബാങ്ക് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡിഫോൾട്ടർ, രണ്ടാമത്തത് വിൽഫുൾ ഡിഫോൾട്ടർ. ഈ ഡിഫോൾട്ടർ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ലോൺ അടയ്ക്കാൻ നമുക്കൊരു നിവൃത്തിയില്ല. അതായത് ഒരു ഹോസ്പിറ്റൽ കേസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പോൾ ഒരു കാർ ലോൺ ആണെങ്കിൽ കാർ ആക്സിഡൻ്റായി, അങ്ങനെയുള്ള ആ ഒരു കേസിലാണ് ഡിഫോൾട്ടർ എന്ന് പറയുന്നത്. വിൽഫുൾ ഡിഫോൾട്ടർ മീൻസ് നമുക്ക് അടയ്ക്കാൻ കഴിവുണ്ട്, എന്നാലും നമ്മൾ ഒളിച്ചിരിക്കുകയാണ്, നമ്മൾ ലോൺ അടയ്ക്കാതെ ഒരു 1-2 വർഷമായിട്ട് നമ്മൾ മുങ്ങി നടക്കുകയാണ്. ഇതിനെയാണ് വിൽഫുൾ ഡിഫോൾട്ടർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സിബിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് സിബിൽ ഓപ്ഷനിൽ കാണാം, വിൽഫുൾ ഡിഫോൾട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് ഞാൻ പറഞ്ഞുതരാം, ചെക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ചാനലിലുള്ള ഒരുപാട് ആൾക്കാർ പല ആപ്പിൽ നിന്നും, RBI അപ്രൂവ്ഡ് ആപ്പിൽ നിന്നും ലോൺ എടുത്തിട്ടുള്ളവരാണ്. എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം 100-ൽ ഒരു 85% ആൾക്കാരും ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തതിന് ശേഷം, അതായത് ഞാൻ പറയുന്നത് വ്യാജ ആപ്പിനെ കുറിച്ചല്ല, RBI അപ്രൂവ്ഡ് ആപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ആപ്പിൽ നിന്ന് ലോൺ എടുത്തതിന് ശേഷം ഒരുപാട് പേര് അടയ്ക്കാതിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 80% മുകളിൽ അടയ്ക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ RBI അപ്രൂവ്ഡ് ആപ്പിൽ ലോൺ എടുത്തിട്ട് അടയ്ക്കാതിരുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും പ്രശ്നമുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രധാനമായും ഇതിൽ വരുന്നൊരു കാരണം എന്ന് വെച്ചാൽ, നമ്മളൊരു RBI അപ്രൂവ്ഡ് ആപ്പിൽ നിന്നും, ഫോർ എക്സാമ്പിൾ നമ്മൾ കിസ്റ്റ് ആപ്പ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബി, അല്ലെങ്കിൽ സ്റ്റാഷ് ഫിൻ, ഈ ഒരു ആപ്പിൽ നിന്ന് നമ്മൾ ചെറിയ എമൗണ്ട് ലോൺ എടുത്തു, ഒരു 4000 രൂപ ലോൺ, അല്ലെങ്കിൽ ഒരു 3000 രൂപ ലോൺ എടുത്തു. നമ്മളിത് കുറച്ച് നാൾ നമ്മൾ അടയ്ക്കാതിരിക്കും. ഓക്കെ, നാളെ അടയ്ക്കാം, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് അടയ്ക്കാമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു 10 അല്ലെങ്കിൽ 1 മാസം, 2 മാസം കഴിയുന്ന സമയത്ത് ഈ ഒരു എമൗണ്ട്, ഈ സ്റ്റാഷ് ഫിനിലൊക്കെ നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് കയറുന്ന ഒരു ആപ്പാണ്, അല്ലെങ്കിൽ ഒരു ബാങ്കാണ്. അപ്പോൾ ഈ നമ്മൾ 4000 രൂപ അല്ലെങ്കിൽ 3000 രൂപ എടുത്തത് ഒരു 3-4 മാസം കഴിയുന്ന സമയത്ത് 30,000, 40,000 രൂപയ്ക്ക് ആയി വരും. ഈ സമയത്ത് നമുക്ക് ലോൺ അടയ്ക്കാൻ നമ്മുടെ കയ്യിൽ ഒരു പൈസ പോലും കാണാൻ ചാൻസ് കുറവാണ്, വളരെ ചാൻസ് കുറവാണ്. കാരണം നമ്മൾ അത്യാവശ്യത്തിന് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഒരു 3000 രൂപ എടുത്തത്. അതിപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ 40,000, 50,000 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളെക്കൊണ്ട് അടയ്ക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ എനിക്ക് ഒരുപാട് വിളി വരുന്നുണ്ട്. പിന്നെ RBI അപ്രൂവ്ഡ് ആപ്പിൽ നിന്നും, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബിയിൽ നിന്നും, സ്റ്റാഷ് ഫിനിൽ നിന്നും 4000 രൂപ എടുത്തു, എനിക്കിപ്പോൾ 40,000 രൂപ അയക്കണമെന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അവർ കേസ് ഫയൽ ചെയ്യും, കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ആ ഒരു എമൗണ്ട് 40,000, 50,000 അല്ലെങ്കിൽ 20,000 രൂപ പോലും അടയ്ക്കരുത്. നിങ്ങൾ ആ ഒരു ആപ്പിൽ തന്നെ അവരുടെ കസ്റ്റമർ കെയർ ഓപ്ഷനുണ്ട്, കസ്റ്റമർ കെയർ നമ്പർ ഓപ്ഷനുണ്ട്, മെയിൽ ID ഉണ്ട്, വാട്സപ്പ് നമ്പർ തന്നെ ഉണ്ട്. എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സെറ്റിൽമെൻറ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതായത് നമ്മൾ സാധാരണ ബാങ്കിൽ ചെയ്യുന്ന പോലെ സെറ്റിൽമെൻറ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എല്ലാ ക്യാഷും അടയ്ക്കേണ്ട. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ്, ഒരു എഡ്യൂക്കേഷൻ ലോൺ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് എന്തെങ്കിലും ആവശ്യമാവുന്ന സമയത്ത്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്തെങ്കിലും ആവശ്യമാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് ലോൺ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ RBI അപ്രൂവ്ഡ് ആപ്പിൽ നിന്നെടുത്ത ആ ഒരു എമൗണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അടയ്ക്കണം. അടച്ചില്ല എന്നുണ്ടെങ്കിൽ അവരെന്താ എമൗണ്ട് ഇട്ട് കൂട്ടി ഒരിക്കലും ഒരാളും ഒരു 5 പൈസ പോലും വെറുതെ കളയില്ല.
ഓക്കെ. അപ്പോൾ നിങ്ങൾക്കെതിരെ അവർ തീർച്ചയായിട്ടും എന്താ പറയുന്നത് സ്യൂട്ട് ഫയൽ ചെയ്യും. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നല്ല ഇഷ്യൂസ് ഉണ്ടാകും. അതേപോലെ തന്നെ കേസ് കോടതിയിലാണ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്താ പറയുന്നത് 2 മാസമൊക്കെ കുഴപ്പമില്ലായിരിക്കാം. ഒരു 3ാമത്തെ മാസം തൊട്ട് നിങ്ങൾക്ക് നോട്ടീസ് അവർ അയച്ചു തുടങ്ങും. നോട്ടീസ് അയച്ചു തുടങ്ങി നമ്മളിത് കൈപ്പറ്റുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ 1, 2, 3, 5 പ്രാവശ്യം വരെ നോട്ടീസ് അയച്ചവരുണ്ട്. ഇങ്ങനത്തെ ലോണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ലോക് അദാലത്താണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവർ എന്താ പറയുന്നത് നിങ്ങളെ കോർട്ടിൽ വിളിപ്പിക്കും. കോർട്ടിൽ വിളിപ്പിച്ചിട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ സെറ്റിൽമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോൺ എടുത്തതിനെക്കാട്ടിയും ഒരുപാട് ക്യാഷ് നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അതായത് കോർട്ട് ഫീ, മറ്റ് ഫൈൻ, അങ്ങനെ ഒരുപാട്. ഇപ്പോൾ 5000 രൂപ എടുക്കുകയാണെങ്കിൽ ഒരു 15-16 രൂപയോളം നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു ലെൻഡർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ തന്ന ആരാണോ അവരെ വിളിച്ചതിന് ശേഷം ഇത്ര രൂപ, നമ്മളിപ്പം 4000 രൂപേനെ എടുക്കുകയാണെങ്കിൽ 4500 രൂപ അടയ്ക്കാൻ ഇപ്പോൾ എനിക്ക് കഴിവുണ്ട്, അതടയ്ക്കാം, അല്ലാതെ എൻ്റെ കയ്യിൽ ബാക്കി എമൗണ്ടൊന്നുമില്ല, എനിക്ക് സുഖമില്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസറാണ്, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ബോധിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു എമൗണ്ട് തന്നെ അത് പേ ചെയ്യുക. അത് അവർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവരോട് പറയുന്ന സമയത്ത് അവർ ആപ്പിൽ തന്നെ എൻ്റെ ഓപ്ഷൻ ചെയ്തു തരും, ഇല്ലെങ്കിൽ അവരുടെ ലിങ്ക് ഇട്ട് തരും. ഓക്കെ, പ്രത്യേകിച്ച് പ്രൈവറ്റ് ലിങ്കിൽ ചെയ്യരുത്, അവരുടെ UPI ലിങ്കിൽ തന്നെ ചെയ്യുക. കാരണം നിങ്ങൾ അറിയാൻ സാധിക്കും, അവരുടെ UPI ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോകുന്ന സമയത്ത് കമ്പനി ഡീറ്റെയിൽസും മറ്റും കാണിക്കും. ആ ഡീറ്റെയിൽസ് വഴി ചെയ്യുക. അങ്ങനെ ലിങ്ക് ഇട്ട് തരുന്ന സമയത്ത് നിങ്ങൾ പ്രൈവറ്റ് ലിങ്ക് ആണെങ്കിൽ ചെയ്യരുത്. കാരണം ചില എംപ്ലോയീസ് അവരുടെ പേഴ്സണൽ UPI ഇട്ട് തരും. അതിലൊന്നും ഒരിക്കലും ചെയ്യരുത്. കമ്പനി UPI മാത്രം ചെയ്യുക. അതേപോലെ തന്നെ എന്നോട് ചോദിക്കാനുള്ള ഡൗട്ടാണ്, ഞാൻ സിബിൽ എനിക്ക് മുമ്പ് ഒരു 7-8 തവണ ബൗൺസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 7-8 മാസം അടയ്ക്കാതിരുന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ക്ലിയറായി, എനിക്ക് ലോൺ കിട്ടുമോ എന്ന് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ സിബിൽ ഹിസ്റ്ററിയിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് 7 വർഷം വരെ കാണാം. ഓക്കെ, ചില കമ്പനികളിൽ അവർക്ക് 10 വർഷം വരെ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ 10 വർഷം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ലോൺ കിട്ടുകയുള്ളൂ. 10 അല്ലെങ്കിൽ മിനിമം 7 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ കിട്ടുകയുള്ളൂ. എന്നാൽ ചില ബാങ്കുകൾ ഏകദേശം ഒരു 2-3 വർഷം വരെ നിങ്ങൾക്ക് എന്താ പറയുന്നത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ തരും, ഡിഫോൾട്ടർ ആണെങ്കിലും. പക്ഷേ അങ്ങനെ തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഹ്യൂജ് ഇൻട്രസ്റ്റ് ആയിരിക്കും അവർ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, കാരണം ഇതിന് മുമ്പ് നിങ്ങൾ ലോൺ എടുത്തു, നിങ്ങളിങ്ങനെ ഡിഫോൾട്ടറാണ്, അപ്പോൾ നിങ്ങൾക്ക് 10% ഇൻട്രസ്റ്റ് എന്ന സ്ഥലത്ത് അതിൻ്റെ ഡബിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലോൺ തരുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇപ്പോൾ നിങ്ങളൊരു എന്താ പറയുക ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ നിങ്ങൾ ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾ ലോണിനെ ഡിപ്പെൻഡ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചെറിയ ലോൺ എടുത്തതിന് ശേഷം ഡിഫോൾട്ടർ ആവാതിരിക്കുക. അത് കറക്റ്റായിട്ട് നിങ്ങൾ ലോൺ തിരിച്ചടയ്ക്കുക. ചില ആൾക്കാർ പറയുന്നുണ്ട്, നമ്മൾ കോടതി കേസ് വന്നതിന് ശേഷം നമ്മൾ അടയ്ക്കാമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയും ഇങ്ങനെ ലോൺ ആപ്പിൻ്റെ കംപ്ലയിൻ്റ് ആണ്, പോലീസ് കംപ്ലയിൻ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ അടയ്ക്കാതിരുന്നു, ഡൗട്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അത് RBI അപ്രൂവ്ഡ് ആപ്പിൻ്റെ കേസിൽ അത് പരിഗണിക്കില്ല. അങ്ങനെ പരിഗണിക്കണമെങ്കിൽ അതിന് എന്താ പറയുക അതിൻ്റേതായ പ്രൂഫ് വേണം. ഇപ്പോൾ നിങ്ങൾ ലോൺ ആപ്പിൽ അടച്ചു, ഇപ്പോൾ ചില സമയത്ത് അടയ്ക്കുന്ന സമയത്ത് അത് എന്താ പറയുന്നത് സക്സസ്ഫുൾ ആകില്ല, അങ്ങനത്തെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാങ്കിന് നമ്മുടെ പേരിൽ എന്തെങ്കിലും ക്രിമിനൽ ഒഫൻസ് അല്ലെങ്കിൽ ക്രിമിനൽ ചാർജ് ചെയ്യാൻ കഴിയുമെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. ബാങ്കിന് നിങ്ങളുടെ പേരിൽ ക്രിമിനൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന സന്ദർഭങ്ങളെന്ന് വെച്ചാൽ അതായത് നിങ്ങളുടെ ID കാർഡ്സിൽ മാൽ പ്രാക്ടീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ സാലറി സ്ലിപ്പ് എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചില ബാങ്കിൽ ഓൺ ഹൗസ് പ്രൂഫ് ലോണിന് വേണ്ടി ചോദിക്കും, അതിൽ എഡിറ്റ് ചെയ്യുക, ആധാർ കാർഡിൻ്റെ പേര് എഡിറ്റ് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് എഡിറ്റ് ചെയ്യുക. ഇങ്ങനെ വരുന്ന സമയത്താണ് എന്താ പറയുന്നത് നിങ്ങൾക്ക് ക്രിമിനൽ കേസ് ബാങ്ക് ഫയൽ ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 50-55% ബാങ്കും അത് അവോയ്ഡ് ചെയ്യും. ഓക്കെ, എന്നാൽ ചില ബാങ്ക് തീർച്ചയായിട്ടും അത് കംപ്ലയിൻറ്റ് റൈസ് ചെയ്യുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രോഡ് അന്ന് നിങ്ങളുടെ ആ ഒരു സിബിൽ റിപ്പോർട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാലത്തും ലോൺ കിട്ടുകയില്ല. അപ്പോൾ എനിക്ക് അറിവുള്ള കേസാണ്, ഒരു കാർ ലോണിന് വേണ്ടി നമ്മുടെ ഒരു കസ്റ്റമർ കാർ ലോണിൻ്റെ എന്താ പറയുന്ന RCയുടെ ആ ഒരു ഡേറ്റ് മാറ്റി, രജിസ്ട്രേഷൻ ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ആധാർ കാർഡിൽ നിന്ന് അതിൻ്റെ പേരിൻ്റെ ആദ്യ അക്ഷരത്തിൽ കുറച്ച് എഡിറ്റിംഗ് വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഒന്നല്ല ഒരു 2-3 കേസ് എനിക്ക് വന്നിട്ടുണ്ട്. പേഴ്സണൽ ലോണിൽ സാലറി സ്ലിപ്പിൽ മാറ്റം വരുത്തി, സ്റ്റേറ്റ്മെൻറ്റിൽ മാറ്റം വരുത്തി എഡിറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിലെല്ലാം തീർച്ചയായിട്ടും ഗവൺമെൻറ് അല്ലെങ്കിൽ ബാങ്കുകൾക്ക് നിങ്ങൾക്കെതിരെ ക്രിമിനൽ ചാർജ് റൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതൊന്നും ഒരിക്കലും ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ മെയിൻ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ ലോൺ ആപ്പിൽ നിന്നോ NBFCയിൽ നിന്നോ ലോൺ എടുത്ത് അടയ്ക്കാതിരുന്നാൽ നമുക്ക് ജയിൽ ശിക്ഷ കിട്ടുമോ എന്നാണ് മീൻസ് ആ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എൻ്റെ അറിവിൽ 97% കുഴപ്പമില്ല, പക്ഷേ ഒരു 3% കുഴപ്പമാണ്.
ചില കേസിൽ നമ്മളെന്താ പറയുന്നത് കണ്ടിന്യൂസ്ലി ഡിഫോൾട്ട് ആണെങ്കിൽ നമ്മൾക്ക് ലോൺ തന്ന ലെൻഡറിന് നമുക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാം. നമ്മൾ തീർച്ചയായിട്ടും ജയിലിലാകും, അല്ലെങ്കിൽ ഫൈനെങ്കിലും നമ്മൾ അടയ്ക്കേണ്ടി വരും. അത് ഹ്യൂജ് ഫൈനായിരിക്കും നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ IPC സെഷൻ 420 നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അതായത് നമ്മൾ സർഫാസി ആക്ട് എന്ന് പറയില്ലേ, ആ ഒരു സെഷൻ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത്, നമ്മുടെ ലോൺ അടയ്ക്കാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ പ്രധാന കാരണം അവർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 4,000 രൂപ എടുത്തിട്ട് 40,000 രൂപയായി ഇപ്പോൾ ഫൈൻ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളെ ലോൺ ദാതാവിനെ വിളിച്ചിട്ട് ഒരു സെറ്റിൽമെൻറ്റ് റിക്വസ്റ്റ് ചെയ്യുക. അവർ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ ആ ഒരു എമൗണ്ട് ഒരു 500-1000 രൂപയുടെ എക്സ്ട്രാ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അതിന് ഒരുപാട് പേര് ഈ ഒരു ചാനൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു എക്സാമ്പിൾ കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനത്തെ ചെറിയ കാര്യത്തിന് വേണ്ടി ലോൺ ഡിഫോൾട്ട് ആകരുത്. കാരണം നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് ആവശ്യങ്ങൾ വരുന്നതാണ്. ഹോസ്പിറ്റൽ എമർജൻസി, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബൈക്ക് ലോൺ എടുക്കണം, കാർ ലോൺ എടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾ ഗുഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട കുഴപ്പമില്ല. നിങ്ങളുടെ കയ്യിൽ മറിക്കാൻ ഒരു 8 ലക്ഷം രൂപ 9 ലക്ഷം രൂപയ്ക്ക് മറിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ എല്ലാവരുടെ കയ്യിലും കാണില്ല. നമുക്കിപ്പോൾ മാസ സാലറി 50,000 രൂപയായിരിക്കാം. പക്ഷേ നമുക്ക് അർജൻറ്റായിട്ട് ഒരു 5 ലക്ഷം രൂപ വേണമെന്ന് വെച്ചാൽ നമ്മൾ ലോൺ തന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുള്ളൂ 99%. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു ഡിഫോൾട്ടർ ആകാതിരിക്കുക. തീർച്ചയായിട്ടും ഇതൊരു എൻ്റെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്. എൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും കുറച്ച് എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ലോണുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അടയ്ക്കുക. നമുക്ക് ഇനിയും അത് ഇനിയും നമുക്കൊരു ആവശ്യ സമയത്ത് ലോൺ കിട്ടുന്നതാണ്. ഒരിക്കലും ഒരു വിൽഫുൾ ഡിഫോൾട്ട് ആകാതിരിക്കുക. അത് സിബിലിൽ വിൽഫുൾ ഡിഫോൾട്ട് എന്ന് കാണിച്ചാൽ നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾക്കൊരു ലോൺ ലഭിക്കുകയില്ല. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഒരു ലോൺ പോലും കിട്ടുകയില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.